ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് അനുവദിച്ച കൃപയ്ക്കായിട്ട് അവനെ സ്തുതിക്കാം. അർത്ഥസമ്പൂർണമായ പ്രാർത്ഥനാ ജീവിതം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി പല കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട സത്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഈ പ്രധാനപ്പെട്ട സത്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണ്. അത് എങ്ങനെ സ്വാധീനിച്ചാൽ എങ്ങനെ അതിൻ്റെ പ്രയോജനം വരും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഹൗ ടു ബി എ പ്രെയർ വാരിയർ, ഒരു പ്രാർത്ഥനാ പോരാളി ആകുന്നത് എപ്രകാരം എന്നുള്ള വിഷയമായിരിക്കും ഇന്നത്തെ ചർച്ചാ വിഷയം. പ്രാർത്ഥന ആത്മാവിൻ്റെ ശ്വാസോച്ഛ്വാസമാണ്. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയമാണ് പ്രാർത്ഥന എന്നുള്ളത് ആദ്യത്തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു. പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാത്തവർക്ക് ആത്മീയ ശക്തിയില്ല എന്ന് കണ്ടു. പിന്നെ പ്രാർത്ഥനയുടെ പിന്നിലുള്ള യുക്തി പലർക്കും അത് മനസ്സിലാകുന്നില്ല. ദൈവം സ്നേഹനിധിയാണെങ്കിൽ, അവൻ സർവശക്തനാണെങ്കിൽ, അവൻ സകലവും അറിയാമെങ്കിൽ പിന്നെ എന്തിന് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു വിശ്വാസികളുടെ മധ്യത്തിൽ തന്നെ സാധാരണ ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സത്യം, ദൈവം നമ്മെ അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. നമുക്ക് പേഴ്സണാലിറ്റി, മൊറാലിറ്റി, സ്പിരിച്വാലിറ്റി മാത്രമല്ല, സ്വയമായി തീരുമാനിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വയചിത്തത്തിൽ, നമ്മുടെ ഫ്രീ വില്ലിൽ ഒരിക്കലും ദൈവം ഇടപെടുകയില്ല. ഞാൻ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയില്ല എന്നത് വളരെ വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. പ്രാർത്ഥിക്കാതെ യാതൊരു ആത്മീയ കാര്യവും ദൈവം ചെയ്യുകയില്ലെന്ന് നമ്മൾ കണ്ടു. പ്രാർത്ഥിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറുകയില്ലെന്ന് കണ്ടു. പ്രാർത്ഥിക്കാതെ ദൈവത്തിൻ്റെ പരിപൂർണ്ണ ഹിതം ഈ ഭൂമിയിൽ നിറവേറുകയില്ലെന്ന് കണ്ടു. പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഇവിടെ ഭൂമിയിലാക്കിയിരിക്കുന്നത്, തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത്. അതുപോലെ സഭയുടെ ആത്യന്തികമായ ദൗത്യം പിശാചിനോട് പോരാടുക എന്നുള്ളതാണ്. അത് പ്രാർത്ഥനയിൽ കൂടെയാണ് സാധിക്കേണ്ടത് എന്ന് ഒക്കെ നാം കണ്ടു. പ്രാർത്ഥനയ്ക്ക് 3 തരങ്ങളുള്ളതായിട്ട് കണ്ടു. അത് ചോദിച്ചു വാങ്ങിക്കുന്ന തലത്തിലുള്ളൊരു തരം, അടുത്തത് ദൈവിക കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു തലം, ആ തലത്തിൽ ദൈവത്തിൻ്റെ ഇംഗിതങ്ങൾ മനസ്സിലാക്കുന്നു, ദൈവ ഇഷ്ടം മനസ്സിലാക്കുന്നു, ദൈവശക്തിയാൽ നിറയുന്നു, ഏത് വിഷയത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ ലെവൽ പ്രാർത്ഥനയിലെ പോരാട്ടമാണ്. അത് പിശാചിനോടുള്ള പോരാട്ടമാണ്. പിശാചിനെ തോൽപ്പിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത് പിശാചിനും ഒരിക്കലും അവൻ ഇഷ്ടമില്ല, അതിനെതിരായിട്ട് അവൻ വർത്തിക്കുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, ദൈവം ഒരിക്കലും പിശാചുമായി പോരാടുവാൻ കഴിയുകയില്ല. ദൈവം സർവശക്തനാണ്, പിശാച് സൃഷ്ടിയാണ്. അവൻ്റെ സ്വന്തം സൃഷ്ടിയോട് അവൻ പോരാടാൻ ദൈവത്തിന് സാധ്യമല്ല. എന്നാൽ നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് പിശാചിനോട് പോരാടി അവനെ ജയിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് കാൽവറിയിൽ ആരംഭിച്ച ആ വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ ഇന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം ആ ശുശ്രൂഷയിൽ യേശു കർത്താവിന് പകരക്കാരായി ഈ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുന്നു. കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുക, കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ഉന്നതമായ ഒരു ഉദ്ദേശമാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ളത് എന്ന് ഈ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുവാനിടയായി. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രതികരണം എന്താണ്? ഞാൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കണം? പലപ്പോഴും പല ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞിട്ട് കേട്ട് വളരെ സന്തോഷമായിരിക്കുന്നു, നല്ലതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും എന്നുള്ളതല്ലാതെ ഈ ക്ലാസ്സുകൾ എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എങ്കിൽ മാത്രമേ ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. കർത്താവ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടിയാണ്. അവൻ പ്രാർത്ഥിച്ചു, അവന് പകരക്കാരാണ്. അവൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ, അവൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ. അതാണ് നമ്മൾ കണ്ടത്. 1 യോഹന്നാൻ 4:17 അവസാനത്തെ ഭാഗം, അവൻ ഇരിക്കുന്നത് പോലെ നാം ഈ ലോകത്തിലിരിക്കുന്നു. നാം കണ്ടു യോഹന്നാൻ 15:16 എന്താ, പുത്രനാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ തരുവാനായിട്ട് തന്നെ നമ്മെ തിരഞ്ഞെടുത്താക്കിയിരിക്കുകയാണ്. 2 Corinthians 5:20 നാം കണ്ടു, നാം അവന് പകരക്കാരാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ ഇപ്പോൾ ചില ചോദ്യം ചോദിക്കും. അത് ചോദ്യത്തിന് ഉത്തരം ഓരോരുത്തർ മനസ്സിൽ കരുതിക്കൊള്ളുക. ക്ലാസ്സുകൾ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പ്രാർത്ഥിക്കാതെ ദൈവം യാതൊരു ആത്മീയ കാര്യവും ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്നത് എത്ര പേരുടെ കൂട്ടത്തിൽ?
പ്രാർത്ഥിക്കാതെ യാതൊരു ആത്മീയ കാര്യവും ചെയ്യുകയില്ല. ഓക്കെ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിൻ്റെ പകരക്കാരാണെന്ന് അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സഭയുടെ ആത്യന്തിക ദൗത്യം പിശാചിനോട് പോരാടുകയാണ്. ആ പോരാട്ടം പ്രാർത്ഥനയിൽ കൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രതികരണം എന്താണ്? ഈ സന്ദേശത്തോടെ എൻ്റെ പ്രതികരണം എന്താണ്? ഒന്നാമത്, എന്നെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കുക. പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ. ബയോഗ്രഫീസ് വായിക്കണം. ചിലരുടെ പ്രാർത്ഥനാ വീരന്മാരുടെ ജീവചരിത്രം വായിക്കുവാൻ ശ്രമിക്കണം. അതിൽ കൃത്യമായി വായിച്ചിരിക്കേണ്ടത് ജോൺ ഹൈഡ്, പ്രേയിങ് ഹൈഡ് എന്ന പുസ്തകത്തിൻ്റെ പേര് HYDE, ജോൺ ഹൈഡ്. അദ്ദേഹം പഞ്ചാബിലെ ഒരു മിഷണറി ആയിരുന്നു. സിയാൽകോട്ട് മിഷൻ, പ്രസ്ബിറ്റീരിയൻ ആയിരുന്നു. അദ്ദേഹം ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി വായിക്കുമ്പോൾ വെല്ലുവിളിക്കപ്പെടും എന്ന് സംശയമില്ല. കാരണം ആ കാലത്താണ് പഞ്ചാബിൽ കൂട്ടമായിട്ട് ആളുകൾ കർത്താവിനെ കണ്ടത്. പഞ്ചാബ് പീപ്പിൾസ് മൂവ്മെൻ്റ് എന്നുള്ള പുസ്തകം വായിക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ കൂട്ടമായിട്ട് എങ്ങനെ കർത്താവിലെ ആൾ തേടി വന്നു, ജോൺ ഹൈഡിൻ്റെ ബയോഗ്രഫി വായിച്ചാൽ മനസ്സിലാവും. റീസ് ഹവൽസ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഇൻ്റർസെസർ എന്നാണ്. ദ ഇൻ്റർസെസർ. 4ാം ക്ലാസ് മാത്രം പഠിച്ച ഒരു വ്യക്തി വെയിൽസ് റിവൈവലിൻ്റെ കാലത്ത് രക്ഷിക്കപ്പെടുവാനിടയായി. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആദ്യം ദൈവാത്മാവ് തന്നോട് പറഞ്ഞത്, ആ മീറ്റിങ്ങിൻ്റെ ഹാളിൻ്റെ മുമ്പിൽ ഒരു പിച്ചക്കാരനിരുന്ന് പിച്ച എടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആ പിച്ചക്കാരനോട് പോയി സുവിശേഷം പറയാനാണ് ആദ്യം ദൈവാത്മാവ് തന്നെ നിയോഗിച്ചത്. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം. അങ്ങനെ കർത്താവ് നമ്മളോട് പറഞ്ഞാലും നമ്മളതിനെ കൂട്ടാക്കുകയില്ല. അത് ഏതോ എൻ്റെ മനസ്സിലെ ചിന്തയാണെന്ന് ഉപേക്ഷിക്കുകയാണ്. ആ മനുഷ്യൻ ആ പിച്ചക്കാരനോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, ഈ കൂട്ടത്തിലെ ഒരംഗമായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത്. റീസ് ഹവൽസ് ഒടുവിൽ വെയിൽസ് ബൈബിൾ കോളേജിൻ്റെ സ്ഥാപക ഡയറക്ടറായി മാറി. 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കണം. ഒരിക്കൽ ലണ്ടനിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ്, എനിക്ക് ലണ്ടനിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ, അതിനെന്താ പോകണം? കർത്താവ്, എൻ്റെ കയ്യിൽ പണമില്ലല്ലോ. നിൻ്റെ കയ്യിൽ പണമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് അറിയില്ലേ? കർത്താവെ, അങ്ങ് കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയാണെന്ന് നീ പണം ഉണ്ടായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പോയി ക്യൂ നിൽക്കുമായിരുന്നു. നീ പോയി ക്യൂ നിന്നില്ല. പോക്കറ്റിൽ പണമില്ല. അദ്ദേഹം പോയി ക്യൂവിൽ നിന്നു. 2 മണിക്കൂറായി ക്യൂവിൽ നിൽക്കുക. 3 പേരെ ഇനിയുള്ളൂ ടിക്കറ്റ് വാങ്ങിക്കാൻ. തൻ്റെ മുമ്പിലുള്ള ആൾ അതിൻ്റെ മുമ്പിലുള്ള ആൾ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുക. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലാതെ ക്യൂവിൽ നിൽക്കുകയാണ്. കർത്താവ് പറഞ്ഞയച്ചതാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് നേരെ മുമ്പിൽ നിന്ന ആൾ അങ്ങ് ചൂടായിട്ട് ബ്രിട്ടീഷ് റെയിൽവേ 2 തെറിയൊക്കെ പറഞ്ഞു. ഹിന്ദൊരു ബ്രിട്ടീഷ് റെയിൽവേ, എനിക്ക് ഈ ട്രെയിനിൻ്റെ അകത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹമില്ല, നീയെങ്കിലും വാങ്ങിച്ച് ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി നീയെങ്കിലും യാത്ര ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് പുറകിൽ നിൽക്കുന്ന ആളുടെ കയ്യിലോട്ട് ചൊരുകിയിട്ട് ഒറ്റ ഓട്ടം കൊടുത്തു. റീസ് ഹവൽസിൻ്റെ ബയോഗ്രഫി വായിക്കണം. അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ബയോഗ്രഫി. താൻ എവിടെ പോയാലും കൂട്ടമായ ആളുകൾ കർത്താവിനെ സ്വീകരിക്കുമായിരുന്നു. ഇൻ്റർസെസർ. പിന്നെ പഠിപ്പറിവില്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു ആൻ പ്രസ്റ്റൺ. ആ പുസ്തകത്തിൻ്റെ പേര് ഒരു 40 പേജുള്ള ഒരു ചെറിയ പുസ്തകമാണ്. അത് ഹോളി ആൻ എന്ന ആ പുസ്തകത്തിൻ്റെ പേര്. അത് തമിഴിൽ അവൾ ദേവനോട് പേശിനാൾ, അവർ ദൈവത്തോട് സംസാരിച്ചു എന്ന പുസ്തകത്തിൽ തമിഴിൽ എഴുതിയിരിക്കുന്നത്. ഈ 400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആ സ്ത്രീ എഴുത്തും വായകനും സ്കൂളിൽ വിട്ടപ്പോൾ ABCD തലയിലോട്ട് കയറുന്നില്ല. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന എത്രയോ പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലോട്ടിരിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള 3 വാക്ക് ഓർക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഉറങ്ങുന്നില്ല. യാതൊരു തലയിൽ ഒന്നുമേ കയറാത്ത ഒരു പെൺകുട്ടി. 10-18 വയസ്സായപ്പം ജോലി ചെയ്ത് ജീവിക്കണമല്ലോ. എൻ്റെ ജോലി ചെയ്യാനറിയാം. അയൽവക്കത്തെ വീട്ടിൽ പാത്രം കഴുകാനുള്ള ജോലിക്ക് വേണ്ടി പോയി. അവിടെ ചെന്നാൽ അന്നത്തെ വസ്തിപ്പിഞ്ഞാണൊക്കെ അല്ലേ, 2 പൊട്ടിക്കാതെ കാര്യം നടക്കുകയില്ല. അപ്പം അവിടെ വെച്ച് യജമാനത്തിയുടെ അടിയും തൊഴിയൊക്കെ വാങ്ങിച്ച് ജീവിതം മടുത്ത് തീരുമാനിച്ചു, ഇനി ഞാൻ ജീവിക്കുന്നില്ല. എന്നിട്ട് എന്നെ ആർക്കും വേണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തു. പള്ളിയിൽ ചെന്നപ്പം അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഇത് നേരാണോ എന്നറിയണം. അവൾ ഒരാഴ്ച ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ലോകത്തിലാർക്കും എന്നെ വേണ്ട, നിനക്കെങ്കിലും എന്നെ വേണോ, എന്നോട് പറയണം. ഒരാഴ്ച ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ആൻ പ്രസ്റ്റൻ്റെ ബയോഗ്രഫി വായിക്കണം.
ബയോഗ്രഫി എഴുതിയ ആൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഷീ ലിവ്ഡ് ദ റെസ്റ്റ് ഓഫ് ഹർ ലൈഫ് ആസ് ദോ ഷീ വാസ് ലിവിങ് ഇൻ ദ ഹോളി ഓഫ് ഹോളീസ്. അവളുടെ ആ ഒരാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വെളിയിലിറങ്ങിയപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് അവൾ എങ്ങനെ ജീവിക്കുമോ അങ്ങനെ ഒരു ജീവിതചര്യയായിട്ട് മാറി. ആൻ പ്രസ്റ്റൺ. വിശ്വസിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ചെയ്യുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഒരിക്കൽ ഡോക്ടർ പറഞ്ഞു, അടുത്ത ഒരു മാസം കോഴിമുട്ട കഴിക്കണം. കോഴിമുട്ടയോ? അതെങ്ങനെ കിട്ടും? ആ ഗ്രാമത്തിലെങ്ങും കോഴിയുമില്ല, മുട്ടയുമില്ല. വിശ്വസിക്കണം, അടുത്ത ഒരു മാസം ആൻ പ്രസ്റ്റൻ്റെ ബെഡ്റൂമിൽ എവിടെ നിന്നോ ഒരു കോഴി വന്ന് മുട്ട ഇട്ടിട്ട് പോകുമായിരുന്നു ഒരു മാസത്തേക്ക്. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? രാവിലെ ഒരു ദിവസം പള്ളിയിൽ പോകുന്ന ആരാധനയ്ക്ക് പോകാൻ വേണ്ടി നോക്കിയപ്പം റോഡ് മുഴുവൻ ഒരടി കണത്തിൽ ഐസ് കിടക്കുകയാണ്, സ്നോ വീണ് കിടക്കുകയാണ്. എങ്ങനെ പോകാൻ ഒക്കും? കർത്താവേ, എനിക്ക് പള്ളിയിൽ പോകാൻ ആഗ്രഹമുണ്ട്, ആ റോഡൊന്ന് ക്ലിയർ ചെയ്യാൻ ആരും ഇല്ലേ? എവിടെ നിന്നോ കാട്ടിൽ നിന്ന് 2 കുതിരകൾ ഓടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4 ഓട്ടം, റോഡ് ക്ലിയറായി. ഇങ്ങനെ അത്ഭുതങ്ങളുടെ പരമ്പരയാണ് ആൻ പ്രസ്റ്റൻ്റെ ജീവിതത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. സഹോദരന്മാരെ, പ്രാർത്ഥിച്ചാൽ ദൈവം എന്തും ചെയ്യും എന്നുള്ളതിന് അടയാളമാണ്. ആൻ പ്രസ്റ്റൻ ABCD വായിച്ചിട്ടില്ലല്ലോ, എന്നാൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരാൾക്ക്, അയ്യോ ബൈബിള് വായിക്കും അമ്മച്ചി, ഒരു കാര്യമുണ്ടല്ലോ, എന്നാൽ ഈ ന്യൂസ് പേപ്പർ ഒന്ന് വായിച്ചേ എന്നും പറഞ്ഞു. ബൈബിളിൻ്റെ അകത്തെ വാക്കുകളാണല്ലോ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. തേടി കണ്ടിടണേ ഒരു വാക്ക് വായിക്കാൻ പറ്റി. LORD എന്നുള്ള ഒരു വാക്ക് ന്യൂസ് പേപ്പറിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിച്ചു. എൻ്റെ അമ്മയുടെ വല്യമ്മച്ചി 9 വയസ്സിലാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞല്ലോ. 18ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. ഈ അമ്മച്ചി പള്ളിക്കൂടത്തൊന്നും പോയിട്ടില്ല, എന്നാൽ ആ അമ്മച്ചി പുതിയ ബൈബിൾ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന സകലരും കർത്താവിൻ്റെ പകരക്കാരാണെങ്കിൽ, യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിനേക്കാൾ വലിയ പ്രവൃത്തി. സഹോദരന്മാരെ, ദൈവം നമ്മെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഇങ്ങനെ ചെറിയ പൊത്തുവരത്തിലുള്ളൊരു ജീവിതമല്ല. കർത്താവിൻ്റെ ജീവിതശൈലി നമ്മുടെ ജീവിതശൈലിയായി മാറണം. അവനെപ്പോലെ ശക്തിമാന്മാരായി മാറണം. അവനെപ്പോലെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ളത് ആണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ എന്തെല്ലാം മനസ്സിലാക്കാം. ഇത് അവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. മുഖപക്ഷം ദൈവത്തിനില്ല. അവൻ്റെ വചനത്തെ മാനിച്ച് അവൻ്റെ മുമ്പിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസാണ്. സഹോദരന്മാരെ, നമുക്ക് ഈ കാര്യം ദൈവത്തെ തീരുമാനിക്കാം. ബൈബിൾ കോളേജ് പിള്ളേരോട് ഞാൻ പറയും, നിങ്ങൾ പ്രസംഗിക്കാൻ പഠിക്കണം. പ്രസംഗിക്കുന്നത് AK റൈഫിൾസ് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടാണ്. മുമ്പിലുള്ള ആളുകളെ ഷൂട്ട് ചെയ്യാം. എന്നാൽ അതിനേക്കാൾ അധികമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് അത് മിസൈൽ ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് പോകുവാൻ കഴിയാത്ത സ്ഥലത്ത് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് സ്വാധീനിക്കുവാൻ കഴിയും. എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ നിങ്ങൾക്ക് അവകാശമാക്കി തരും. ഈ എറണാകുളത്തിൻ്റെ പട്ടണത്തിരുന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാൾ തീരുമാനിച്ചാൽ ആ ഗോത്രവർഗ്ഗക്കാർ കർത്താവിൻ്റെ പാദത്തിൽ വരുവാൻ ഇടയാകും എന്നതിൽ സംശയമില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗത്തിലെ ദൈവം തൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റും. ഒരുത്തരും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിൽ അവൻ്റെ ഹിതം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇതെങ്ങനെ സാധിക്കും? ആദ്യമായിട്ട് രഹസ്യ പ്രാർത്ഥന ശീലമാക്കുക. പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യം കർത്താവ് പറഞ്ഞത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട്. രഹസ്യ പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രഹസ്യ പ്രാർത്ഥനയില്ലാത്ത ആളുകൾ പരസ്യമായി വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾക്കൊക്കെ ശക്തിയില്ലാതെ പോകുന്നത്. എല്ലാവരും രഹസ്യ പ്രാർത്ഥന ഉള്ളവരാണെന്ന് കരുതുക. അങ്ങനെയുള്ള രഹസ്യ പ്രാർത്ഥനയുള്ള ആളുകൾ കൂടി വന്ന് പ്രാർത്ഥിക്കട്ടെ, ആ സ്ഥലം കുലുങ്ങും എന്നതിന് സംശയമില്ല. അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നുണ്ടല്ലോ, അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ഥലം കുലുങ്ങി. എന്തുകൊണ്ട് ഇന്ന് സംഭവിക്കുന്നില്ല? രഹസ്യ പ്രാർത്ഥന നമുക്ക് ശീലമില്ല. രഹസ്യ പ്രാർത്ഥന ശീലമാക്കുക. രഹസ്യ പ്രാർത്ഥന ഇല്ലാത്തവരുടെ പരസ്യ പ്രാർത്ഥനകളൊക്കെ വെറും പ്രഹസനം എന്ന് മാത്രമേ കരുതാൻ ആവൂ. രഹസ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കുക. നമുക്ക് ഡൈനിങ് ഹാളുണ്ട്, ബാത്റൂമുണ്ട്, കിച്ചണുണ്ട്, ബെഡ്റൂമുണ്ട്, എല്ലാത്തിനും തനിത്തനിയായിട്ടുള്ള സ്ഥലമുണ്ട്, ഓഫീസ് റൂമുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ ഒരു സ്ഥലം ഒതുക്കി വെക്കുക. ഒരു പക്ഷേ ബെഡിൻ്റെ സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിൻ്റെ മൂലയ്ക്കായിരിക്കും. നമ്മൾ സൂസന്ന വെസ്ലിയെക്കുറിച്ച് പറഞ്ഞു. സൂസന്ന വെസ്ലി ആ 18 മക്കൾ
ഈ 18 മക്കളിൽ 18ാമത്തെ ആളാണ് ചാൾസ് വെസ്ലി, 16ാമത്തെ ആളാണ് ജോൺ വെസ്ലി. അവരുടെ ചരിത്രം വായിക്കുമ്പം ഈ 18 മക്കളും ഒരുമിച്ച് അവരുടെ വീട്ടിലായിരുന്നിട്ടില്ല. 12 മക്കളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, മരണം വഴിയായും അല്ലാതെയൊക്കെ മാറ്റിയതുകൊണ്ട്. അങ്ങനെ ഈ 12 മക്കളെ വീട്ടിൽ വെച്ച് ഈ ദൈവത്തിൻ്റെ ദാസി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. 18ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ട് ഇന്നത്തെ ഇന്ത്യയേക്കാൾ ഒരു 50 വർഷം മുമ്പാണെന്ന് വിചാരിച്ചുകൊള്ളുക. 18ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൻ്റെ ആ സാഹചര്യത്തിൽ ആ 12 മക്കളെ വളർത്തി സഹോദരിക്ക് പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടിയെങ്കിൽ നമുക്കൊക്കെ എത്രയധികം ഉണ്ട്. ഒരു സ്ഥലം മാറ്റിവെക്കുക, സ്ഥലം മാത്രം ഒരു സമയം ഉണ്ടായിരിക്കണം. നമുക്ക് ഈ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഒരു കൃത്യസമയത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മെ തന്നെ തീരുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് 8:30 എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വിശക്കുന്നത്, 12:30 എനിക്ക് അങ്ങനെ ഉച്ചയൂണ് വിശക്കുന്നത്? നമ്മളൊക്കെ ശീലങ്ങളുടെ അടിമകളാണ്. നമ്മളൊക്കെ ഓരോ ശീലങ്ങളുണ്ട്. 8:30 മണി ബ്രേക്ക്ഫാസ്റ്റ്, 8:30 മണി ആയാലും ആരും എന്നോട് പറയണ്ട, എൻ്റെ വയറ്റിൽ ഉടനെ മണിയടിക്കും. കാരണം എൻ്റെ ശരീരത്തെ ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. വി ആർ ആനിമൽസ് ഓഫ് ഹാബിറ്റ്. നമുക്കെല്ലാം ഒരു ശീലത്തിൻ്റെ അടിമകളാണ്. അപ്പോൾ ഈ രഹസ്യ പ്രാർത്ഥന ശീലമാക്കാത്തത് കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ആവൽ വരാത്തത്. അന്നേരവും വിശപ്പ് ഉണ്ടാകണമെങ്കിൽ കൃത്യസമയത്ത് ആഹാരം കഴിച്ച് പരിചയം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞ പോലെ വേദപുസ്തകം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്ഥലവും സമയവും മാറ്റിവെച്ച് കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് പോയാൽ ഉടനെ പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹം വരും. ഞാൻ ഓൺലൈനിൽ ഒരു പ്രാർത്ഥന ഗ്രൂപ്പിലെ മെമ്പറാണ്. ആ സൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അത് ഓട്ടോമാറ്റിക്കാണ്. കാരണം ആ സൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം മാറ്റി വെച്ചിരിക്കുന്ന സമയമാണ്. എൻ്റെ ഹൃദയം പ്രാർത്ഥിക്കുവാൻ വെമ്പൽ കൊള്ളും. എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു വെമ്പലില്ല? എന്തുകൊണ്ടാണ് വിശപ്പില്ല? എന്താ കാരണം? കൃത്യസമയം കൃത്യസ്ഥലത്ത് അതിനുവേണ്ടി നാം തീരുമാനിച്ചിരുന്നിട്ടില്ല. മനഃശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, ഒരു പുതിയ സ്വഭാവം നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി 21 ദിവസങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ഒരു പുതിയ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ, ഒരു പുതിയ സ്വഭാവം അത് സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരണമെങ്കിൽ 21 ദിവസം എടുക്കണം എന്നാണ് പറയുന്നത്. ഇത് പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. ഇന്ന് ഡേറ്റ് ഇട്ട് അടുത്ത 21 ദിവസം കാലണ്ടറിൽ കുറിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് കൃത്യസമയത്ത് അതേ സമയത്ത് നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത സമയത്ത് അത് ഓരോരുത്തർ തീരുമാനിച്ചോളൂ എപ്പോഴാണെന്ന്. 21 ദിവസങ്ങൾ പോകുക. 22ാമത്തെ ദിവസം പോകാതിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരാഴ്ച ഈ ഫോഴ്സ് കൊണ്ടങ്ങ് പോകും. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയാണ് ഏറ്റവും അത് പിടിച്ചു നിന്ന് 15ാമത്തെ ദിവസം കഴിഞ്ഞാൽ പോകാനുള്ള ആഗ്രഹം തോന്നി വരും. 21 ദിവസം നാം പിടിച്ചു നിന്നാൽ 22ാം ദിവസം ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറും. സഹോദരന്മാരെ ഇത് പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. എന്ന് പോയി ഒരു സ്ഥലവും സമയവും മാറ്റി വെച്ചിട്ട് 21 ദിവസം ആ സ്ഥലത്തേക്ക് പോയി കൃത്യമായി ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം, ഒരു പാഠ്യപുസ്തകം കയ്യിലുണ്ടായിരിക്കണം, ഒരു നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. ബൈബിൾ വായനയും പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം വളരെ വലിയതാണ്. ഈ ബന്ധം ശരിയായി നാം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം സഫലമാകാത്തതിൻ്റെ കാരണം. എത്ര നേരം ബൈബിൾ വായിക്കുന്നുവോ അത്രയും നേരം പ്രാർത്ഥിക്കണം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. എത്ര നേരം ബൈബിൾ വായിക്കുന്നു അത്രയും നേരം പ്രാർത്ഥിക്കണം. നെഹമായ 9:3 അത് നമ്മൾ പ്രായോഗികമായി ചെയ്തു നോക്കിക്കൊള്ളുക. നമ്മുടെ ജീവിതം എങ്ങനെ വ്യത്യാസപ്പെടും. നമ്മളൊക്കെ അനേകം മണിക്കൂറുകൾ വേറെ ദിവസം പഠിക്കുന്നവരാണ്. അത്രയോ മണിക്കൂറുകൾ പഠിക്കും. എത്ര നേരം പ്രാർത്ഥിക്കും? അരമണിക്കൂർ, അതങ്ങേ അറ്റം. സാധാരണ 5 മിനിറ്റ്. അതാണ് നമ്മുടെ ജീവിതശൈലി. എന്നാൽ തിരിച്ചൊന്ന് ചെയ്തുകൊണ്ട് നോക്കിയേ. എത്ര നേരം വേറെ ദിവസം വായിക്കുന്നുവോ അത്രയും നേരം പ്രാർത്ഥിക്കുക. ഞാൻ കലഞ്ഞൂരെ ഹൈന്ദവ സഹോദരൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ഇത് ദൈവവചനമാണ്, ഇതുകൊണ്ട് നിറയണം. എത്ര നേരം പുതിയ നിയമം വായിക്കുന്നുവോ അത്രയും നേരം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം പോലെ താൻ ആ വാക്കുകൾ സ്വീകരിച്ചു. മുട്ടിന്മേൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 24 പ്രാവശ്യം പുതിയ നിയമം വായിച്ചു. എത്ര നേരം വായിച്ചുവോ അത്ര നേരം പ്രാർത്ഥിച്ചു. ഇന്ന് സുനിലിൻ്റെ ജീവിതം ഒരത്ഭുതങ്ങളുടെ പരമ്പരയായി മാറിയിരിക്കുകയാണ്. സുനിൽ മാത്രമേ അത് സാധിക്കുള്ളൂ, ഇവിടെ ഇരിക്കുന്ന സകലർക്കും സാധിക്കും.
തീരുമാനിക്കുക. എത്ര നേരം ബൈബിൾ വായിക്കുന്നുവോ അത്രയും നേരം. ഞാനിങ്ങനെ സാറിന് ഉദാഹരണം പറയാറുണ്ട്. ഒരു ചാക്ക് സിമൻ്റ് അഴിച്ചിട്ടിട്ട്, സിമൻ്റാണ് വേദപുസ്തകം, ഒരു ചാക്ക് സിമൻ്റ് അഴിച്ചിട്ടിട്ട് ഒരു മഗ് വെള്ളം ഒഴിച്ചാൽ കോൺക്രീറ്റ് ആകാൻ ഒക്കുകയില്ല. സിമൻറ്റും വെള്ളവും കൂടെയുള്ള അനുപാതം ശരിയായിരിക്കണം. ചിലരൊക്കെ തിരിച്ചാകട്ടോ, ഒരു കരണ്ടി സിമൻ്റ് അങ്ങോട്ട് ഇടും, എന്നിട്ട് ടാപ്പ് അങ്ങ് തുറന്നു വിടും. പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥിക്കണം? ഇന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാണ്, 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. വേദവസ്തം വായിക്കില്ല. പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. വേദവസ്തം പഠിപ്പിക്കുന്നതിനെ കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയില്ല, പ്രാർത്ഥിക്കുന്നവർ വേദവസ്തം വായിക്കുകയില്ല. ഇതിൻ്റെ രണ്ടിനെയും ഉള്ള ഒരു സന്തുലിത അവസ്ഥയാണ് വാസ്തവത്തിൽ പ്രാർത്ഥന. ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നുവോ അതിൻ്റെ ഒരു പ്രതികരണമാണ് പ്രാർത്ഥന. ഇത് ദൈവം നമുക്ക് എഴുതി അയച്ച കത്ത്. ഇതിനോട് നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ പ്രാർത്ഥന. എങ്ങനെയെങ്കിലും ഞാൻ പറയട്ടെ, പ്രാർത്ഥന അർത്ഥമായിട്ട് തീരണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് എത്ര നേരം വേദപുസ്തകം വായിക്കുന്നു അത്ര നേരം പ്രാർത്ഥിക്കുക. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ. ഇതിനിടയ്ക്ക് പാട്ടിന് ഏറ്റവും വലിയൊരു സ്ഥാനമുണ്ട്. 42-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുക. അത് സങ്കീർത്തനക്കാരൻ രാത്രി മുഴുവൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താണെന്ന് അറിയാമോ? ജീവനുള്ള ദൈവത്തിൻ്റെ പ്രാർത്ഥന തന്നെ, പാട്ട് തന്നെ പ്രാർത്ഥനയായിട്ട് മാറുക. ഞാൻ ഓർക്കുന്നുണ്ട്, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നാൽ രാത്രി മുഴുവൻ ആ ടെറസിൻ്റെ മണ്ടേ കിടന്ന് പാട്ട് പാടി സന്തോഷിക്കുമായിരുന്നു. യേശുനാഥ നിൻ കൃപയ്ക്കായി എന്ന് പറഞ്ഞു തുടങ്ങുന്ന പാട്ട്, അതിൻ്റെ പാട്ട് അവസാനിക്കുന്നത് വെളുപ്പം കാലത്തായിരിക്കും. പാടിക്കൊണ്ടേയിരിക്കുക ദൈവസന്നിധിയിൽ. പാട്ട് തന്നെ ഒരു പ്രാർത്ഥനയായി മാറും. അപ്പം വേദപുസ്തകം വായന, പാട്ട്, പ്രാർത്ഥന, ഇതിൻ്റെ ഒരു സന്തുലിത അവസ്ഥയാണ് നമ്മുടെ പ്രാർത്ഥന. ഒരു നോട്ട്ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. അത് നമ്മൾ മാസിക വഴി വരുന്ന പ്രയർ റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന പ്രാർത്ഥനാ കുറിപ്പുകൾ ഒക്കെ എഴുതിയിട്ടിട്ട് കൃത്യമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പോരാട്ടം ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഉദാഹരണമായിട്ട് കാറിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. വാസ്തവത്തിൽ മനസ്സിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ. ആ ദിവസം ഒരു 10-12 പ്രാവശ്യം ആഗ്രഹിച്ചു, കർത്താവേ നല്ലൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു. 24 മണിക്കൂറായില്ല, അതിനു മുമ്പേ ഉത്തരം വന്നു. ബ്രദർ കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ പോരാട്ടം അനുഭവിച്ചിട്ടില്ല. എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മണിക്കൂറുകൾ ഞരങ്ങിയിട്ടുണ്ട്, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വെപ്രാളപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, അത് പിശാചുമായിട്ടുള്ള പോരാട്ടമാണ്. ഞാൻ സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യം, നമ്മുടെ ശരീരമാണോ നമ്മുടെ ആത്മാവാണോ പ്രധാനം? നമ്മുടെ ശരീരമാണോ നമ്മുടെ ആത്മാവാണോ പ്രധാനം? ആർക്കും സംശയമില്ല, ശരീരം കുറച്ച് കഴിയുമ്പം എത്ര കരുതിയാലും ഈ ശരീരം നശിച്ചു പോകും. ആത്മാവോ ഒരിക്കലും നശിക്കുകയില്ല. അപ്പോൾ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി, ടു മെയിൻറ്റെയിൻ ദ ഫിസിക്കൽ ബോഡി, എത്ര സമയമാണ് നമ്മൾ എടുക്കുന്നത്? ഒന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ടുണ്ടോ? ഈ ശരീരം നേരം വെളുത്ത് എഴുന്നേൽക്കുന്നു, മുഖം കഴുകുന്നു, കാപ്പി കുടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ദിനചര്യകളൊക്കെ കഴിയുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഇതിനെല്ലാം കഴിയുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇതിനെല്ലാം കൂടെ മെയിൻറ്റെയിൻ എ ബോഡി, ഈ ശരീരം നിലനിർത്താൻ വേണ്ടി ദിവസം എത്ര മണിക്കൂർ, എത്ര സമയം എടുക്കുന്ന ആരെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടോ? നമ്മൾ കണക്ക് കൂട്ടാറില്ല, മണിക്കൂറുകളെടുത്താണ്. ആഹാരം കുക്ക് ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്രയും സമയം എടുക്കുന്നെങ്കിൽ ശരീരത്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ആത്മാവെന്ന് പറയുന്ന വ്യക്തികൾ ഈ ആത്മാവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എത്ര നേരമാണ് കൊടുക്കുന്നത്? ചിന്തിക്കുക. ആത്മാവാണ് പ്രധാനം, ശരീരം നശിച്ചു പോകുന്നതാണ്, ആത്മാവ് നിത്യമാണ്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ശരീരത്തിന് കൊടുക്കുന്നതിൻ്റെ അത്രയും സമയമെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കപടഭക്തിക്കാരെ എന്ന് വിളിക്കാൻ യോഗ്യരല്ലേ നമ്മൾ? ശരീരമല്ല ആത്മാവാണ് പ്രധാനം എന്ന് കരുതിയെങ്കിൽ ഇന്നു മുതൽ തീരുമാനിക്കുക, ഞാൻ ശരീരത്തിന് കൊടുക്കുന്നതിനേക്കാൾ അല്പം കൂടെ അധിക സമയം എൻ്റെ ആത്മാവിൻ്റെ നിലനിർപ്പിന് വേണ്ടി ഞാൻ കൊടുക്കും. ഇത് മറന്നു പോകരുത്. ആത്മാവ് മരിച്ചിരുന്ന ആത്മാവായിരുന്നു. ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിച്ചു. ഈ ജീവൻ പ്രാപിച്ച ആത്മാവിനെ ഊട്ടി വളർത്തി ശക്തിപ്പെടുത്തേണ്ടത്, ബലശാലിയാക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച്, അതുകൊണ്ടാണ് ആത്മാവ് ശക്തിപ്പെടുന്നത്. ദിവസം തോറും ദൈവസന്നിധിയിലിരുന്ന് ആ ദൈവവചനത്താൽ നിറയുന്ന ഒരനുഭവമാണ്. എങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാകുകയുള്ളൂ. ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ച ആൾ മണിക്കൂർ എങ്ങനെ ചെലവഴിക്കാം എന്ന് ചുരുക്കമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. 1 മണിക്കൂറെങ്കിലും
ദിവസം 1 മണിക്കൂറെങ്കിലും എല്ലാ വിശ്വാസികളും തൻ്റെ ആത്മാവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്, സമയം ചെലവഴിക്കേണ്ടതാണ്. എല്ലാ വിശ്വാസി എന്നുള്ള പേരിന് അർഹനാകണമെങ്കിൽ എല്ലാവരും മിനിമം 1 മണിക്കൂറെങ്കിലും രഹസ്യമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വചനം വായന, പാട്ട്, പ്രാർത്ഥന, ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു സന്തുലിത അവസ്ഥയാണ് ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത്. അതെ, 1 മണിക്കൂർ പോകുന്നത് വളരെ ഈസിയായിട്ട് പോകും. പാട്ടുപാടി ആരംഭിക്കുക. ഫസ്റ്റ് സെഷൻ ഈസ് എ ടൈം ഓഫ് പ്രൈസ്. ഒന്നിൽ പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കാം, അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ച് കർത്താവിനെ സ്തുതിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ വാക്കുകൾ കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. 5 മിനിറ്റ് 10 മിനിറ്റ് വളരെ ഈസിയായിട്ട് പോകും. അല്ല, 15 മിനിറ്റ് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിലിരിക്കാം. 15 മിനിറ്റ് വളരെ ഈസിയായിട്ട് പോകും. എന്നാൽ അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിന് നിരക്കാത്ത ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കണ്ണുകൾ അടച്ചിരുന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യാൻ അനുവദിക്കുക. അടുത്ത 15 മിനിറ്റ് സ്തോത്രത്തിന് വേണ്ടി പാട്ടുകൾ, സങ്കീർത്തനം, അല്ലെങ്കിൽ സ്വന്തമായ വാക്കുകൾ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം, കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല, എന്നാൽ കഴിഞ്ഞ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ജീവിതത്തോട് നിരക്കാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ആത്മാവിനാൽ എൻ്റെ ഹൃദയങ്ങളെ ആരായുവാനോട് 5 മിനിറ്റ് എടുത്ത് കൃത്യമായി സകല അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തിട്ട്, എറർ മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പ്രൈസ്, അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ശോധന ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വേദപുസ്തകം വായിക്കുക. വെറും 10 മിനിറ്റ്, അതിനുള്ള സമയമേ ഉള്ളൂ. 10 മിനിറ്റ് വേദപുസ്തകം വായിക്കാൻ ആരെ കൊണ്ടാണ് കഴിയാത്തത്? 10 മിനിറ്റ് വായിച്ചിട്ട് അടുത്ത 10 മിനിറ്റ് ധ്യാനിക്കുക. വെറും 10 മിനിറ്റ്, 1 മണിക്കൂർ എടുത്താൽ വെറും 10 മിനിറ്റേ വേദപുസ്തകം വായിക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ. ഈ 10 മിനിറ്റ് വേദപുസ്തകം വായിച്ചിട്ട് അടുത്ത 10 മിനിറ്റുകൾ ധ്യാനത്തിന് വേണ്ടി ചെലവഴിക്കുക. ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ വായിച്ച വേദഭാഗത്തോട് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഒബ്സർവേഷൻ ചോദ്യങ്ങളാണ്. ഒബ്സർവേഷൻ: ഹൂ, വാട്ട്, വെൻ ആൻഡ് വെയർ. ആര്, ആരോട്, എപ്പോൾ, എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ചോദ്യ സെഷൻ. ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ഈ വേദഭാഗത്തോട് ചോദിക്കേണ്ടത് ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെറ്റ് ചോദ്യം വൈ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥം, രണ്ടാമത്തെ ചോദ്യ സെറ്റാണ്. അപ്പോൾ ഒബ്സർവേഷൻ ചോദ്യം, രണ്ടാമത്തെ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യം, വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആത്മീയ സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് മൂന്നാമത്തെ ചോദ്യം ഹൗ, ഇന്ന് എൻ്റെ ജീവിതത്തെ ഈ ചിന്തകൾ എങ്ങനെ സ്വാധീനിക്കും എന്ന് മൂന്നാമത്തെ ഒരു ചോദ്യം. ഈ 3 ചോദ്യങ്ങളാണ് ധ്യാനത്തിന് നമ്മെ തയ്യാറാക്കുന്നത്. അപ്പം 10 മിനിറ്റ് വേദപുസ്തകം വായിച്ചിട്ട് നമ്മൾ വായിച്ച വേദഭാഗത്തോട് ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുക. ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻസ്, ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ, ഒടുവിലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് പഠിച്ച ആത്മീയ സത്യം എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് ചിന്തിക്കുക. ഈ ധ്യാന നേരത്ത് വേറെ 1-2 കാര്യം കൂടെ ശ്രദ്ധിക്കാം. വായിച്ച വേദഭാഗത്ത് വല്ല കൽപ്പനകളുണ്ടോ? വായിച്ച വേദഭാഗത്ത് ഏതെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ടോ? ഈ വായിച്ച വേദഭാഗത്ത് ഞാൻ അനുകരിക്കേണ്ട ഏതെങ്കിലും ഉദാഹരണങ്ങൾ, മാതൃക പുരുഷന്മാരോ സ്ത്രീകളെ ഉണ്ടോ? ഞാൻ അനുകരിക്കാൻ പാടില്ലാത്ത തെറ്റായിട്ടുള്ള മോഡൽസ് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഈ ധ്യാന നേരത്ത് ഉപയോഗിച്ച് ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ അനുവദിക്കുക. അതിനുശേഷം ആദ്യത്തെ 20 മിനിറ്റ്, രണ്ടാമത്തെ 20 മിനിറ്റ് കഴിഞ്ഞു, 40. പിന്നെ അടുത്ത 20 മിനിറ്റേ ഉള്ളൂ. ഒരു പ്രെയർ റിക്വസ്റ്റ്, ഒരു 10 റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, ഒരു വിഷയത്തിന് വേണ്ടി 2 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ഒരു 10 റിക്വസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. 20 മിനിറ്റ്, അതിലൊരു 15 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിയൂ, സമയമുള്ളൂ. പിന്നെ കാരണം 5 മിനിറ്റ് ഒടുവിൽ അവസാനിക്കുമ്പോൾ നന്ദി പറഞ്ഞ് സ്തോത്രത്തോടു കൂടെയാണ് അവസാനിപ്പിക്കേണ്ടത്. അപ്പം ഈ 1 മണിക്കൂർ ദൈവസന്നിധി ചെലവഴിക്കുന്ന ഒരാൾക്ക് വാസ്തവത്തിൽ 15 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള അവസരമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന്
കണ്ണടച്ചിരുന്ന് അങ്ങ് വാ തുറന്ന് കൊടുക്കുന്ന മനസ്സിൽ വരുന്ന അങ്ങ് വിളിച്ചു പറയുകയല്ല പ്രാർത്ഥന. പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറ്. ഇനി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഫോൺ എടുത്തിട്ട് അങ്ങേ അപ്പുറത്തെ ആൾ കേൾക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കാതെ 5 മിനിറ്റ് നേരം വർത്തമാനം പറഞ്ഞാൽ അർത്ഥം എന്താ? ഇന്നത്തെ അനേകരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ പഠിക്കുക. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അതിനോടുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. സഹോദരന്മാരെ, നാം ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ദൈവശബ്ദം കേട്ടോ എന്ന് ഞാൻ അറിയുന്നത്? ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ ഇന്ന് കേട്ടോ എന്നെങ്ങനെ അറിയും? പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവരുടെ ഹൃദയം കുത്തുകൊണ്ടു. എമ്മാവുസിലെ ശിഷ്യന്മാർ അവർ പറയുകയാണ്, യേശു കർത്താവ് വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയം കത്തിയെരിഞ്ഞു. ഒന്ന് രാവിലെ വേദോസം വായിക്കുമ്പോൾ ഒന്നുകിൽ ഹൃദയം കുത്തപ്പെടണം, അല്ലെങ്കിൽ ഹൃദയം കത്തിയെരിയണം, അല്ലെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല എന്നർത്ഥമാകും. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ പഠിക്കുക. എന്നിട്ട് അതിനോട് തിരിച്ച് പ്രതികരിക്കുക. ഏതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന? നാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അർത്ഥവത്തതായിട്ട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മോട് പറയുന്നത് ആയിരിക്കും. ആത്മീയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മീയ യുദ്ധം നടക്കുന്നത് ആ അവസരത്തിൽ അത് നമ്മൾ സെൻസ് ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്. അവിടെ ആത്മീയ യുദ്ധം നടക്കുന്നത് പലപ്പോഴും നമുക്ക് സെൻസ് ആകുന്നില്ല. കാരണം എന്താ? ഹൃദയം എന്ന റാഡർ മുഴുവൻ പൊടി പിടിച്ച് കിടക്കുകയാണ്. ആത്മീയ യുദ്ധം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് സെൻസ് ചെയ്ത് ആ യുദ്ധത്തിൽ പങ്കാളികളാകാനാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു ദിവസം രാവിലെ 1996 ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു. 4 മണിക്ക് എഴുന്നേറ്റു. 4 മണിക്ക് എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ഭാരം. എന്താ ഭാരം? എനിക്ക് 2 ദിവസം മുമ്പാണ് ഒരു കത്ത് കിട്ടിയിരുന്നത്. ഒരു സഹോദരൻ എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? സഹോദര, ഞാനിവിടെ താമസിക്കുന്നത് എൻ്റെ അയൽവാസികൾക്ക് ഒട്ടും പിടിക്കുന്നില്ല. എൻ്റെ ശുശ്രൂഷ കൊണ്ട് 6 പേര് സ്നാനപ്പെട്ടു. മധ്യപ്രദേശിലാണ്. അന്ന് മുതൽ ഉപദ്രവിക്കാൻ തുടങ്ങി. രാത്രി വീടിൻ്റെ പുറത്ത് കല്ലെടുത്തെറിഞ്ഞു. അദ്ദേഹം PhD വരെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ക്രിസ്ത്യാനികളെ അനുവദിക്കാത്തത് കൊണ്ട് ഹോമിയോ ഡോക്ടറുടെ വേഷം കെട്ടിയാണ് നടക്കുന്നത്. തൊപ്പിയൊക്കെ വെച്ച് മധ്യപ്രദേശുകാർ ഉടുക്കുന്ന പോലെ മുണ്ടൊക്കെ ഉടുത്ത് പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മരുന്ന് കച്ചവടക്കാരനെ പോലെ നടക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കൊണ്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ അയൽവാസി ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഇതിന് അടുത്തുള്ള ആളുകളെയെല്ലാം ക്രോഡീകരിച്ച് ഇദ്ദേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്? ജാനുവരി മാസം 31 എനിക്കൊരു എഴുത്ത് വന്നു. സഹോദരൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കെതിരായിട്ട് ശത്രുക്കൾ വളരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. 31 രാത്രി ഞങ്ങൾ കുടുംബത്തെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. 2-ാമത്തെ ദിവസം ഫെബ്രുവരി 1 അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. എന്നാൽ ഫെബ്രുവരി 2 വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റപ്പോൾ പ്രാർത്ഥിക്കുവാൻ വലിയൊരു ഭാരം. ഒരേ ഒരു വാക്ക്, ഒറ്റ ഒരു സെൻറ്റൻസ് മാത്രം 8 മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുത്തെ ദാസനൊന്നും സംഭവിക്കരുത്. കർത്താവേ, അവിടുത്തെ ദാസനൊന്നും സംഭവിക്കരുത്. 8 മണിക്കൂറുകൾ SMS അയക്കുന്ന പോലെ SOS മെസ്സേജസ്. വേറൊന്നും അറിഞ്ഞുകൂടാ. എനിക്കൊന്നും അറിയുന്നില്ല. ഞാൻ ആ കട്ടിലേ കിടന്ന് ഞെളിപിരി കൊള്ളുകയാണ്. എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനൊരു പ്രേരണ. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി. എൻ്റെ വീട്ടുകാരി എന്നെ ഇങ്ങനെ പതിവായിട്ട് അങ്ങ് വിടും. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് മുഖം കഴുകിയിട്ട് ഒരു കത്തെഴുതി. സഹോദര, എന്താണെന്ന് അറിഞ്ഞുകൂടാ. സഹോദരന് വേണ്ടി കഴിഞ്ഞ 8 മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനിടയായി. എന്താണ് സംഭവിക്കുന്നത് ദയവായിട്ട് അറിയിക്കണം. അദ്ദേഹം മറുപടി ഫെബ്രുവരി 8 എനിക്ക് മറുപടി വന്നു. അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയാണ്: ദാറ്റ് യു റോട്ട് ഓൺ ദ 2nd of February ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഇറ്റ് വാസ് ഓൺ ദാറ്റ് ഡേ ദാറ്റ് ദേ ഡിസൈഡഡ് ടു മാൻ ഹാൻഡിൽ മീ. അന്ന് 2 രാവിലെ ഇദ്ദേഹത്തെ ദേഹോപദ്രവം ചെയ്യണം എന്ന് അവർ തീരുമാനിച്ചിരുന്ന ദിവസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അയൽവാസി രാവിലെ പാല് വാങ്ങിക്കാൻ വേണ്ടി സൈക്കിളിൽ കയറി പോവുകയാണ്. നമ്മുടെ സഹോദരൻ വീടിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. സഹോദരനോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നാൽ നീ കാണുകയില്ല. വിശ്വസിക്കണം, അദ്ദേഹം തിരിച്ചു വന്നില്ല. ഒരു സ്കൂൾ ബസ്സിൻ്റെ ബാക്ക് വീൽ കയറി അവിടെ റോഡിൽ മരിച്ചു. എന്നാൽ ഇത് ഒരു ദുർമരണമാണ്. ദൈവത്തിൻ്റെ കരമാണ്. നമ്മുടെ സുവിശേഷനെതിരായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. നാട്ടുകാർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഈ ശവം കാണാനോ എടുക്കാനോ ഒന്നും ആരും വന്നില്ല. ഇതിനെല്ലാം നമ്മുടെ സഹോദരൻ ന്യൂസ് കേട്ടപ്പോൾ പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. 10 മണിയായപ്പോൾ മൃതദേഹം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന സ്ത്രീ, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ
നേതാവായിരുന്നു. വിശ്വസിക്കണം, ആ സ്ത്രീ വീട്ടിൻ്റെ അകത്ത് കയറി വന്നു. അടുത്ത നിമിഷം താങ്ങാൻ വയ്യാത്ത വയറുവേദന, ഉടനെ അവിടെ കൊണ്ടുപോയി ഒരു എമർജൻസി ഓപ്പറേഷന് അഡ്മിറ്റായി. 10 മണി, ഉച്ചയ്ക്ക് 12 മണി. ഇതിനെ പുറകിൽ നിന്ന് പണം കൊടുത്ത് ഫൈനാൻസ് ചെയ്ത പണം കടം കൊടുക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ 3 നില കെട്ടിടം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആ കെട്ടിടത്തിൻ്റെ 3-ാം നിലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 10 വയസ്സുള്ള മകൻ 12 മണിയായപ്പോൾ താഴെ വീണു. തലയിൽ 27 കുത്തിക്കെട്ടുകൾ. ഇതെല്ലാം ആ രാവിലെ സംഭവിച്ചു. സഹോദരന്മാരെ, ആത്മീയയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയയുദ്ധം, ഈ യുദ്ധം നമുക്ക് സെൻസാകണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംവാദിക്കുവാൻ നാം അനുവദിക്കണം. ഇന്ന് അനേക യുദ്ധങ്ങൾ നടക്കും, നമുക്കത് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ വിമുഖത ഉള്ളവരായി തീർന്നിരിക്കുകയാണ്. നമുക്ക് ഇന്ന് നടക്കുന്ന, ഈ ലോകത്തിൽ നടക്കുന്ന സകല പൈശാചിക ശക്തികളുടെ അഴിഞ്ഞാട്ടത്തിനും ചുമതലക്കാർ വേറെ ആരുമല്ല എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. പൈശാചിക ശക്തികളെ അഴിച്ചു വിട്ടിരിക്കുകയാണ് നാം. അവരെ കെട്ടിയിടേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അങ്ങനെ ചെയ്തുവെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും എന്നതിൽ സംശയമില്ല. അപ്പം ഇങ്ങനെ ദൈവസന്നിധിയിൽ തീരുമാനിച്ച് ദിവസം 1 മണിക്കൂർ എന്ന് എല്ലാ വിശ്വാസികളും, ഏതെങ്കിലും ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവർ ദിവസം 3 മണിക്കൂർ ദൈവസന്നിധിയിൽ ചെലവഴിക്കാതെ നിങ്ങൾ വെളിയിൽ പോകരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സകല പ്രവർത്തനങ്ങൾ നിർത്തുക. നിങ്ങൾ വെറുതെ അധ്വാനിക്കുകയാണ്. ലൂക്കോസ് 17-ാം അധ്യായത്തിൽ വയലിൽ അധ്വാനിച്ചിട്ട് വന്ന വേലക്കാരനോട് യജമാനൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താ? ആദ്യമേ നീ അരയിൽ കട്ടി എന്നെ ശുശ്രൂഷിക്കുക. കർത്താവിനെ ശുശ്രൂഷിക്കുന്നതും കർത്താവിൻ്റെ വേല ചെയ്യുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 13-ന്റെ 2-ാമത്തെ വാക്യം, ആസ് ദേ വർ മിനിസ്റ്ററിംഗ് ടു ദ ലോർഡ്. മിനിസ്ട്രി ടു ദ ലോർഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വർക്കിംഗ് ഫോർ ദ ലോർഡ്. കർത്താവിനെ ശുശ്രൂഷിക്കുന്നതും കർത്താവിൻ്റെ വേല ചെയ്യുന്നതും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും വേല ചെയ്യുന്നെങ്കിൽ കർത്താവിനെ ശുശ്രൂഷിക്കാൻ സമയം ചെലവഴിക്കുക. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും. ഞാനൊരു കാര്യം പറയട്ടെ, മാസത്തിലൊരിക്കലെങ്കിലും 8 മണിക്കൂർ മുഴുനേരം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തരും തയ്യാറാകേണ്ടത്. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ അതിനുവേണ്ടി തങ്ങളെ ഒഴിഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് മുഖരിതമാകും. നിങ്ങളുടെ ജീവിതം 3 വർഷം 4 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ബയോഗ്രഫി എഴുതേണ്ടി വരും. ദൈവം അത്ഭുതങ്ങളുടെ പരമ്പര നിങ്ങളുടെ ജീവിതം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ചെയ്യും. 8 മണിക്കൂർ മാസത്തിലൊരിക്കലെങ്കിലും, പകലോ രാത്രിയോ സാധിക്കുക, ഒരുക്കി വയ്ക്കുക. അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. മാസത്തിലൊരിക്കൽ ഒരു ഫുൾ ഡേ. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യുക? 1 മണിക്കൂർ എന്നുള്ളത് 2 മണിക്കൂർ ഘട്ടങ്ങളായിട്ട് മാറ്റുക. 2 മണിക്കൂർ 4 2 മണിക്കൂറിൻ്റെ സ്ലോട്ടായിട്ട് മാറ്റിയിട്ട് ഈ 1 മണിക്കൂറിനെ 2 മണിക്കൂറായിട്ട് വികസിപ്പിച്ചിട്ട് ഈ 2 മണിക്കൂറിൽ ഈ 3-4 ദൈവത്തെ സ്തുതിക്കുക, വചനം വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, നന്ദിയോടെ അവസാനിപ്പിക്കുക. 1 മണിക്കൂർ നമ്മൾ വിഭജിച്ച് തന്ന പോലെ അതിനെ 2 മണിക്കൂർ ഘടകമായിട്ട് മാറ്റി 4 2 മണിക്കൂർ ഘടകങ്ങളായിട്ട് മാറ്റുക. 8 മണിക്കൂർ ദൈവസന്നിധിയിൽ പോകുന്നത് നോക്കിയിരിക്കുന്നത് വളരെ നിസ്സാരമായിട്ട് സാധിക്കാവുന്ന കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടുകാരത്തി ജീവനോടുള്ളപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിയോട് പറയും, ഇന്ന് നിൻ്റെ പ്രാർത്ഥന ദിവസമാണ്. ആ ദിവസം കുക്കിങ്ങും വാഷിങ്ങും എല്ലാം ഞാൻ ചെയ്യും. സഹോദരന്മാരെ, ഒരു ദിവസം കുക്കിംഗ് ചെയ്താൽ ഒരു കുഴപ്പവും വരില്ല. സഹോദരിമാരെ പ്രാർത്ഥിക്കാൻ വിടുക. അതുപോലെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറി ടേൺ ചെയ്ത് ഒരു ദിവസം ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ ഓരോരുത്തരും തീരുമാനിക്കുക. നമ്മളൊരു സഭയുണ്ട് ഇവിടെ. സഭയിൽ ഒരു ചെയിനിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇന്ന ദിവസം ഇന്ന ആളാണ് പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദിവസമാണ്, അദ്ദേഹത്തെ ഇന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു കോർഡിനേറ്ററെ വെച്ച് ഓർപ്പിക്കുക. സഹോദര, ഇന്നാണ് നിങ്ങളുടെ പ്രാർത്ഥന ദിവസം. സഹോദര, ഇന്നാണ് നിങ്ങളുടെ പ്രാർത്ഥന ദിവസം. ഇങ്ങനെ പല സഭകളിൽ നടക്കുന്നുണ്ട്. ഈ സഭയിൽ നടന്നെങ്കിൽ ആടുകളെ വർദ്ധിപ്പിക്കുന്നത് പോലെ ആളുകളെ ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ നിറവേറും എന്നതിൽ സംശയമില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വർഗത്തിലെ ദൈവം കൊതിച്ചുകൊണ്ടിരിക്കുന്നു. നാം വിധേയപ്പെടുമോ? വിധേയപ്പെട്ടെങ്കിൽ നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ രാജ്യം, നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെടും. ഇല്ല, ലോകം അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ താക്കോൽ നമ്മുടെ കരങ്ങളിലിരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.
ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ നാമത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സായങ്കാല വേളയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ, അവിടുത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ദൈവാത്മാവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അവകാശികളാണ്. കർത്താവിൻ്റെ കൂട്ടവകാശികളാണ്. യേശു കർത്താവിന് പകരം ഞങ്ങളെ ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. കർത്താവെ, താൻ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ, താൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, താൻ ആരംഭിച്ച ആ ശുശ്രൂഷ, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ ജീവിതം എത്രയധികം ഉയരേണ്ടിയിരിക്കുന്നുവെന്ന് ഞങ്ങളെ ഓർപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത് ജഡത്താൽ സാധ്യമല്ല കർത്താവേ, ഞങ്ങളുടെ ശക്തിയാൽ സാധ്യമല്ല. അവിടുത്തെ ശക്തിയിൽ കർത്താവെ, അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ അടിയങ്ങൾക്ക് ധാരാളമായ കൃപ തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ ന്യായവിധിക്ക് ഇടയാകാതെ കർത്താവെ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തി പ്രാർത്ഥനാ വീരന്മാരായി മാറി പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് കർത്താവെ നിത്യ സൗഭാഗ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതം ഞങ്ങളിൽ കൂടെ നിറവേറട്ടെ. അവിടുത്തെ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിൽ നിറവേറുന്ന പോലെ ഭൂമിയിൽ നിറവേറട്ടെ. അവിടുത്തെ വരവിനെ ബന്ധപ്പെടുന്നവരാകുവാൻ ഞങ്ങളെ കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ പിരിയുന്നു. പിരിയാത്ത സമൂഹം കൂടെ ഇരിക്കണം. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.